സംസ്ഥാനത്തേക്ക് വരുമ്പോൾ എങ്ങനെ CPM തോറ്റു എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചതിൽ പ്രധാനമായ പോയിന്റുകൾ വന്നത്, അതായത് തോൽവിയുടെ പോയിന്റുകളാണ് കേട്ടോ. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി അകന്നതും SIR-ഉം തോൽവിക്ക് കാരണമായി എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തതും തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് തെറ്റായ തീരുമാനമായിരുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. സെയ്ഫ് സൈലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സെയ്ഫ്, അങ്ങനെ തോൽവിയുടെ കാരണങ്ങളൊക്കെ CPM ഓരോന്നായി കണ്ടുപിടിച്ച് അത് അവതരിപ്പിച്ചു. പക്ഷേ അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ MV ഗോവിന്ദൻ തന്നെ തളിപ്പറമ്പിലെ സ്വന്തം ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം അത് തെറ്റായി പോയി എന്നുള്ള റിപ്പോർട്ടൊക്കെ വായിക്കേണ്ടി വന്നു സംസ്ഥാന കമ്മിറ്റിയിൽ എന്നുള്ളതാണ്. അങ്ങനെ തോൽവിയുടെ കൃത്യമായ കാരണങ്ങളിലേക്ക് എത്തിച്ചേർന്നോ മുഴുവനായും CPM? കാരണങ്ങൾ സംസ്ഥാന നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട് ജിൽസി. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് 14 ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അതിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാരണങ്ങൾ കണ്ടെത്തി സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് അന്തിമമാകണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച കൂടി പൂർത്തീകരിക്കണം. അത് ഇന്നലെ നടന്നു, ഇന്നും കൂടെ ചേരും. ഇന്ന് ഉച്ചയോടുകൂടിയോ വൈകുന്നേരത്തോടു കൂടി ആ ചർച്ച പൂർത്തീകരിക്കുമെന്ന് തോന്നുന്നു. അതോടുകൂടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാരണത്തിന്റെ ഉത്തരം CPM പൂർണ്ണ രീതിയിൽ കണ്ടെത്തും. ഇന്നലത്തെ ചർച്ചകൾ പ്രകാരം അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ നിരവധി കാരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വർഗീയ വിദ്വേഷം അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും അതിനെ തള്ളിപ്പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്ന സ്വയം വിമർശനം. CPM-ന്റെ ഒരു രീതി ജിൽസിക്ക് അറിയാലോ, തെറ്റുപറ്റിയാലും വർഷങ്ങൾ കഴിഞ്ഞ് അത് ഏറ്റുപറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്വയം വിമർശനം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് CPM ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. പിന്നീട് മതധ്രുവീകരണമുണ്ടായി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF-ന് അനുകൂലമായിട്ട് ഉണ്ടായി. അത് മലബാർ മേഖലയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടായിരുന്നെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. അതാണ് തോൽവിയുടെ രണ്ടാമത്തെ കാരണമായി CPM നേതൃത്വം പറയുന്നത്. SIR തിരിച്ചടിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിലയിരുത്തലായി CPM നടത്തുന്നത്. അത് അർഹതപ്പെട്ട കുറേ വോട്ടുകൾ, ഇടതുമുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഉണ്ടായിരുന്നു, അർഹതപ്പെട്ട കുറേ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു, അത് തിരിച്ചടിച്ചു എന്നുള്ള വിലയിരുത്തലുണ്ട്. പിന്നീട് ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ MV ഗോവിന്ദനെ കൊണ്ട് തന്നെ പാർട്ടി അംഗങ്ങൾ പറയിച്ചു എൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റാണ് എന്നുള്ളത്. അദ്ദേഹം ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം തെറ്റായിപ്പോയി എന്ന സ്വയം വിമർശനം അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. പക്ഷെ തിരുത്തലുകളുടെ രീതി അതെങ്ങനെ വേണം എന്നുള്ളത് CPM ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അത് ഇന്നത്തോടു കൂടി അതിനകത്ത് തീരുമാനമെടുക്കും. പ്രായോഗിക തലത്തിൽ ഈ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ ഒരു 3 മാസം സമയമെടുക്കും എന്നാണ് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. അത് ഒരു രീതി മാത്രമല്ല, ഒരു സംഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ട് മാത്രം തിരിച്ചു വരാൻ കഴിയില്ല. നേതാക്കളുടെ രീതികളുണ്ട്, പ്രവർത്തന ശൈലികളുണ്ട്, സംഭാഷണമുണ്ട്, ചിരിക്കാത്ത മുഖങ്ങളുണ്ട്. ഇതിനെല്ലാം മാറ്റം വന്നാൽ മാത്രമേ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയൂ എന്ന ബോധ്യത്തിലേക്ക് CPM നേതൃത്വം എത്തിച്ചേരുകയാണ്. അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 3 മാസം സമയം എടുക്കും എന്നാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പിന്നീടൊന്ന് പ്ലീനം വിളിക്കണമോ എന്നുള്ള കാര്യം, പ്ലീനം വിളിക്കണമെന്ന ആവശ്യം കേന്ദ്ര കമ്മിറ്റിയിലും വിവിധ ഘടകങ്ങളിൽ നടന്ന ചർച്ചയിലുമുണ്ടായി. ഇന്നലെ പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടില്ല. ഇന്ന് ഉയർന്നു വരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ അത് ആവശ്യം ഉയർന്നു വന്നാൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ നേതൃത്വം സ്വയം തീരുമാനമെടുക്കണം. കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും തോൽവിയുടെ കാരണങ്ങൾ CPM കണ്ടെത്തുന്നുണ്ട്. അത് തിരുത്തുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കമ്മിറ്റി പൂർത്തീകരിക്കുമ്പോൾ ഒരു ഏകദേശ രൂപരേഖ, എങ്ങനെയാണ് ഇതിനെ തിരുത്തുക എന്നുള്ളൊരു രൂപരേഖ തയ്യാറാകും. ഇനി ഒരു റൗണ്ട് കൂടി കീഴ്ഘടകങ്ങളിൽ ചർച്ച നടക്കട്ടെ എന്ന നിലപാടാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ഒറ്റ ചർച്ച കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന ബോധ്യം CPM-ന് ഉണ്ടായിട്ടില്ല. കാരണം തോൽവിയുടെ ആഘാതം അത്രയും വലുതാണ്. അത് ഘടകങ്ങളിലുള്ളവരെ വീണ്ടും 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 കേട്ട് അത് തിരുത്തുക എന്നുള്ളതാണ് CPM ആലോചിക്കുന്നത്. അതുകൊണ്ട് ഒരു റൗണ്ട് കൂടി കീഴ്ഘടകങ്ങളിൽ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് CPM ആ പഴയ പ്രതാപത്തിൽ തിരിച്ചെത്തും എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. ജിൽസി, യെസ്, അങ്ങനെ തന്നെ CPM-ന് പഴയ പ്രതാപത്തിൽ തിരിച്ചെത്തിയേ മതിയാവൂ എന്നുള്ളത് കൂടിയാണ്